മൂന്നാമത്തത് വൽ കലാം, സംസാരവും ഓവറാകരുത്. ചിലരൊക്കെ ഇരുന്ന് കഥ പറയുന്നത് കേട്ടാൽ സുബ്ഹാനല്ലാഹ് എത്ര നേരാണ്. ചില സഹോദരിമാരൊക്കെ വർത്തമാനം കൊണ്ട് പറയാൻ തുടങ്ങിയാൽ തീരൂല. എഴുതിയാൽ പിന്നെ അത് തീരുമോ? പറഞ്ഞാൽ തന്നെ തീരൂലെങ്കിൽ പാകത്തിനുള്ള വർത്തമാനം പറഞ്ഞാൽ മതി. എത്ര ഇത് പറയണു? അല്ല, നിങ്ങൾ അയലൊക്കത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഞാൻ കുറച്ച് നേരം വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര നേരം 2 മണിക്കൂർ വർത്തമാനം. നമ്മൾ മുമ്പ് ഒപ്പം പഠിച്ച ചങ്ങായനെ അവിടെ കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞു. 7ാം ക്ലാസ് മുതൽ ഇന്ന് ഈ ഇത്രയും കാലമുള്ള 10-15 കൊല്ലത്തിൻ്റെ അടുക്കളൊക്കെ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനി 5 കൊല്ലത്ത് ബാക്കിയുണ്ട്. പറയുന്നേ എത്രയാ പറയണത്? പറച്ചിൽ ലിമിറ്റാക്കണം. ഇപ്പോൾ പറച്ചിൽ കുറവാണ് കൂടുതലാണ് നിങ്ങളെ അഭിപ്രായം? കൂടുതലാണ്. കാരണം ഇപ്പം നേരിട്ടും പറയാണ്, ആളെ കാണാതെയും പറയല്ലേ. ആളെ കാണാതെ പറഞ്ഞിട്ട് സ്രൂ എന്നാണ് വിട്ടുകൊടുക്കല്ലേ. ഒരു ദിവസം എത്ര മിനിറ്റാ സംസാരിച്ചെന്ന് കണക്കൂട്ടി നോക്കി, എത്ര ആൾക്കാർ വിട്ടുകൊടുത്തതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 10-40 ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ തലവനാണ് മൂപ്പര്. ദീനിയായിട്ടോ ഉഖ്റവിയായിട്ടോ ഉപകരിക്കാനൊരു വർത്തമാനമില്ല. എന്തൊക്കെയോ സ്വറകൾ അത് വിട്ടുകൊടുക്കന്നെ. എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്തോ ഫർളോ ഒക്കെ ആയ കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാ ഒരു സന്തോഷം നിൽക്കാം. എത്രയാണ് വർത്തമാനങ്ങൾ. വർത്തമാനം കൂടുതലാകാൻ പാടില്ല. വൽ മുഖാലത്വതൂ, കൂടിക്കലർന്നുള്ള ജീവിതവും ഓവറാകരുത്. കൂട്ടുകെട്ടും ഓവറാകരുത്. കൂട്ടുകെട്ട് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഖൽബിന് അതുകൊണ്ടും മരവിപ്പ് വരും. കൂട്ടുകെട്ട് ഓവറായി പോകരുത്, പാകത്തിനാകണം. നീ നിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാനും പക്വതയോടെ വിലയിരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിനക്ക് കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാജയത്തിൻ്റെ കാര്യം എണ്ണിയപ്പോൾ 2ാമത് എണ്ണി ഖസ്വത്തുൽ ഖൽബ്, 3ാമതായി തങ്ങൾ എണ്ണിപ്പറഞ്ഞു തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം. ആഗ്രഹം നീളരുത്, ചുരുക്കണം. ആഗ്രഹം നീണ്ടുപോകരുത്, ആഗ്രഹം ചുരുക്കണം. കാരണം നമ്മുടെ പ്രായത്തിന് ഒരു പരിധിയുണ്ട്. അള്ളാഹു ഈ ദുനിയാവിൽ തരുന്നത് കുറഞ്ഞ കാലമാണ്. ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ, ഈ ദുനിയാവിൽ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ഇനിയും പെരടിയിൽ വെക്കരുത്. അത് കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ എന്നായിരിക്കും തോന്നലുണ്ടാവുക. നീണ്ട ആഗ്രഹം വേണ്ട. മനുഷ്യൻ എത്ര വാർദ്ധക്യത്തിലേക്ക് പോയാലും, മനുഷ്യൻ എത്ര പ്രായത്തിലേക്ക് പോയാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ എത്ര പ്രായം കൂടുതലായാലും 2 മനുഷ്യൻ്റെ കൂടെ എപ്പോഴും യുവാവായിട്ട് നിൽക്കുന്നുണ്ട്. ഒന്ന് അൽ ഹിർസു, അലച്ച മാറുന്നില്ല. മറ്റൊന്ന് തൂലുൽ അമൽ, നീണ്ട ആഗ്രഹം, അത് യുവാവാണ്. അത് രണ്ടും യുവത്വത്തിൻ്റെ പ്രസരിപ്പിലാ നിൽക്കുന്നത്. തീരുന്നില്ല. അദ്ദേഹത്തിനിപ്പോൾ ഒതുങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വതയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വീഴ്ചകളും വീക്ക്നെസ്സുകളൊക്കെ സംഭവിച്ചതാണ്. തിരുത്തിയിട്ടത് പരിഹരിക്കാനും മറ്റുമൊക്കെ സമയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനൊന്നും തുനിയാതെ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ ജീവിതം കൊണ്ടുപോകുന്നു. ആഗ്രഹം തീർന്നിട്ടില്ല. അതുകൊണ്ടാണത്. വൽഹിർസു അലദ്ദുന്യാ, ദുന്യാവിൻ്റെ മേലുള്ള അലച്ചയുണ്ടായിട്ട് ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, അതിന് കൃത്യതയില്ല, അതിനൊരു ലെവലില്ല, ലിമിറ്റില്ല. അലച്ച വെച്ചിട്ട് മനുഷ്യൻ ഉള്ളതിലേക്ക് മുഴുവനും പോയി ചേരുന്നു. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് പിടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാ തഅമല ഫീഹിൽ മൗഇള, ഉപദേശം ആ മനുഷ്യനിൽ യാതൊരു പ്രതിഫലനവും വരുത്തില്ല. ഉപദേശങ്ങൾ ഒരുപാട് കേൾക്കുന്ന കാലമല്ലേ ഇപ്പോ. എത്ര വാള് കേൾക്കുന്നുണ്ട്. വലാ തുഅസ്സിറു ഫീഹിൻ നസീഹ, എത്ര ഉപദേശങ്ങളും ആ മനുഷ്യനിൽ സ്വാധീനം വരുത്തൂല. വാള് കേട്ടിട്ട് ചേഞ്ച് വരേണ്ടതുണ്ടോ? ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖൽബിന് നല്ല മാറ്റമുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ്. വലാ തൽഹറു ഫീഹി ബറകത്തു മുജാലസത്തി സ്വാലിഹീൻ, ഒരുപാട് സ്വാലിഹീങ്ങളുടെ സയ്യിദന്മാരുടെയും
ഉലമാഇന്റെയും സദസ്സിൽ പങ്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ബറക്കത്തൊന്നും അയാളിൽ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഖൽബിൻ്റെ മരവിപ്പാണ്. ഖൽബിന് മരവിപ്പ് വരരുത്. ഖൽബിന് നല്ല ശുദ്ധി വരണം, ഖൽബിന് മാറ്റം വരണം.